അതാ ഞാൻ പറഞ്ഞ ആ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട്. കാരണം സാധാരണഗതിയിൽ ഇതാരും തയ്യാറാവത്തില്ല. കാരണം ഇതിലെ കാക്കക്കുട്ടി കല്ലെടുത്ത് എറിയുന്ന പണിയാണ്. കാക്കകളെല്ലാം കൂടെ പിന്നെ ഒന്നാണ് കയറി കുത്തിപ്പറിക്കും, നാശമാക്കും എന്ന് പറഞ്ഞതുപോലുള്ള പണിയാണ് ഈ കാണിച്ചിരിക്കുന്നത്. കോളേജിൽ നിന്ന് പുറത്താക്കണം വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. ഇത് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് നല്ല കാര്യം ചെയ്തതല്ലേ, ആ ചെയ്തത് എവനൊക്കെ നന്നാവാൻ തന്നെയാണ്, അല്ലാതെ എവനെയൊന്നും മുടിക്കാനൊന്നും അല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. നാണമില്ലേ ഇതിനൊക്കെ തടഞ്ഞു വെക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവാൻ പോലും ഈ പണി ചെയ്തില്ലേ? നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചാണ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടാണോ? ക്യാമ്പസുകൾ ലഹരി നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കുന്നതാണ്. കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, കഞ്ചാവ് ഉപയോഗിക്കുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് നേരിട്ട് കാണാനുള്ള അവസരം അത് സാധാരണ കിട്ടാറില്ല. അതേപോലെ തന്നെ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ പോലും ഈ മയക്കുമരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്, വിവിധ തരത്തിലുള്ള മയക്കുമരുന്നുകൾ. അത് കഞ്ചാവ് മാത്രമല്ല, അല്ലാതെ പല സാധനങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല, അത് മനഃപൂർവ്വം പറയാത്തതാണ്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാലേ അത് വീണ്ടും വാങ്ങിച്ച് ഉപയോഗിക്കാനായിട്ട് നല്ല ബിരുദന്മാർ ഇരിപ്പുണ്ട് അത് കേട്ടിട്ട്. അതുകൊണ്ടത് വേണ്ട. പക്ഷെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാത്ത ഒരു ആഘാതം ഏൽപ്പിച്ച ഒരു സംഭവമാണ് ഈ കളമശ്ശേരിയിലെ പോളിടെക്നിക്കൽ ആ കോളേജിലുണ്ടായ സംഭവം. അതിൻ്റെ ഹോസ്റ്റലിലുണ്ടായ സംഭവം. അപ്പോൾ അതിൻ്റെ ഹോസ്റ്റലിലുണ്ടായ സംഭവം എന്ന് പറയുന്നത്, ഒരു അർദ്ധരാത്രി പോലീസുകാർ മഫ്റ്റി വേഷത്തിൽ ഹോസ്റ്റലിൻ്റെ പിൻവശത്ത് ഏണി ചാരി അതിൻ്റെ മുകളിൽ കയറി പാരപ്പറ്റിലൂടെ നടന്നിട്ട് അവർ വന്ന് സൺഷെയ്ഡിലൂടെ നടന്ന് അത് ഇപ്പുറത്ത് വന്നിട്ട് മുറികളിൽ കയറി പരിശോധന തുടങ്ങി. അപ്പോൾ അന്നേരം കുറച്ച് വിദ്യാർത്ഥികളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ കാരണം നോക്കിയത് ഒരു രഹസ്യ വിവരത്തിൻ്റെ വിവരം വെച്ചുകൊണ്ടാണ് അവർ വന്നത് യഥാർത്ഥത്തിൽ. കാരണം ഈ ഹോളി ദിനാഘോഷത്തോടനുബന്ധിച്ച് അവിടെ വലിയ മയക്കുമരുന്ന് പാർട്ടി നടക്കും, അതിനുള്ള ഇടപാടൊക്കെ അവിടെ ഒപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു രഹസ്യ വിവരം കിട്ടി എന്നുള്ളതാണ് പോലീസ് പറഞ്ഞത്. പിന്നെയാണ് ആ രഹസ്യ വിവരം ഇപ്പോൾ പുറത്തു വന്നു. പക്ഷെ സാധാരണഗതിയിൽ അവരത് വെളിവിടാറില്ല. ഇപ്പോൾ ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആയാലും നർക്കോട്ടിക്സ് ആ കേസുകൾ എടുക്കുന്ന ഉദ്യോഗസ്ഥർ, അത് എക്സൈസോ പോലീസോ അവരാരായാലും അവരിത് പുറത്ത് പറയാറില്ല. കാരണം രഹസ്യ വിവരം കിട്ടിയെന്ന് പറഞ്ഞാൽ അവർക്ക് റെക്കോർഡ് ചെയ്താൽ മതി, ആളിൻ്റെ ഐഡൻറ്റിറ്റി ഒന്നും അവർക്ക് ആവശ്യമില്ല. ആ വിവരം റെക്കോർഡ് ചെയ്യണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് സംഭവിച്ചത് എന്തെന്നറിയോ? ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ, ഈ പോളിടെക്നിക്കിലെ പ്രിൻസിപ്പൽ, അദ്ദേഹത്തിന് മനസ്സിലായി ഇതുപോലുള്ള വൃത്തികെട്ട അനാശാസ്യ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്നു എന്നുള്ള ഇത് മനസ്സിലായി. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൺട്രോൾ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ എന്തെന്നറിയോ? അന്നേരം ഈ SFI കേസും ഒക്കെ ഒന്നാണ്, പിന്നെ ഒരു പ്രശ്നമില്ല. പിന്നെ അദ്ദേഹത്തിനെ ഉപരോധിക്കുക, അദ്ദേഹത്തിന് കയറാൻ വയ്യ, അദ്ദേഹത്തിന് മൂത്രം ഒഴിക്കാൻ പോയി വയ്യാതെ വളഞ്ഞു വെക്കും, ഇങ്ങനെയുള്ള പണികൾ മുഴുവൻ ചെയ്യും. അപ്പോൾ അത് കാരണം എന്താണെന്നറിയോ? അദ്ദേഹം ഒരു കാര്യം ചെയ്തു, ഡയറക്റ്റായിട്ട് ഒരു കംപ്ലയിൻറ്റ് എഴുതി കൊടുത്തു, ഇൻ റൈറ്റിംഗ്. അത് കഴിഞ്ഞ 12-ാം തീയതിയാണ് എഴുതി കൊടുത്തു. ഇതുപോലെ ഈ അവിടെ പണപ്പിരിവൊക്കെ നടക്കുന്നുണ്ട്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള മയക്കുമരുന്നിൻ്റെ ഉപയോഗം നടക്കാൻ പോകുന്നു, അതിൻ്റെ വിൽപ്പന അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം എഴുതി കൊടുത്തത്. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പോലീസ് അലർട്ടായി. അവർ പതുക്കെ ഇത് വീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അവർക്ക് മനസ്സിലായി ഇത് ഇവിടെ ഈ പണി നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ പറയുന്നത് പോലുള്ള പരിശോധന അവിടെ വരാൻ കാരണം. അതാ ഞാൻ പറഞ്ഞ ആ പ്രിൻസിപ്പൽ ഉണ്ടല്ലോ, അദ്ദേഹത്തിനൊരു ബിഗ് സല്യൂട്ട്. കാരണം സാധാരണഗതിയിൽ ഇതാരും തയ്യാറാവത്തില്ല. കാരണം ഇതിലെ കാക്കക്കുട്ടി കല്ലെടുത്ത് എറിയുന്ന പണിയാണ്. കാക്കകളെല്ലാം കൂടെ പിന്നെ ഒന്നാണ് കയറി കുത്തിപ്പറിക്കും, നാശമാക്കും എന്ന് പറഞ്ഞതുപോലുള്ള പണിയാണ് ഈ കാണിച്ചേക്കുന്നത്. അല്ലെങ്കിൽ കടന്ന കൂട്ടി കല്ലെറിയുന്ന മാതിരി അതാണ് ഈ ചെയ്തേക്കുന്നത്. അപ്പോൾ പക്ഷേ അതൊന്നും അദ്ദേഹം വകവെക്കാതെ, അദ്ദേഹം ആ ഭയന്നിരിക്കാതെ ഇങ്ങനെ മുമ്പോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ ചോദിച്ചല്ലോ, ഇതുപോലെ അദ്ദേഹമാണോ ഇതുപോലെ പരാതി കൊടുത്തത്? ഞാൻ തന്നെയാണ് പരാതി കൊടുത്തത്. അതാണ് വേണ്ടത്. നിങ്ങളാണ് പ്രിൻസിപ്പൽ, യഥാർത്ഥ പ്രിൻസിപ്പൽ. അതായത് ഒരു പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു രക്ഷാകർത്താവാണ്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ നടത്തേണ്ടതാണ്. ആ ചുമതല ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിച്ച നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഇതുപോലെ ആയിരിക്കണം മറ്റ് പ്രിൻസിപ്പൽമാരും ഹെഡ് മാസ്റ്റർമാരും ഹെഡ് മിസ്ട്രസ്മാരും ഒക്കെ ഇതുപോലെ ആയിരിക്കണം. അതുപോലെ കോളേജിലെ ആ ഹോസ്റ്റൽസിലെ വാർഡൻ ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ഇതുപോലെ ആയിരിക്കണം. തൻ്റെ ഇടത്തോടുകൂടി പോകണം. നട്ടലോടുകൂടി പോയാലുണ്ടല്ലോ ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഒരുപാട് പേര് പറയും നിങ്ങൾ ചെയ്തടി. പിന്നെ എന്തെങ്കിലും ചെയ്താൽ ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോൾ തല്ലിക്കൊല്ലുന്നിരിക്കട്ടെ,
ഇത്ര നാൾ നമ്മൾ ഈ ഭൂമി ജീവിച്ചു കൊടുക്കാവുന്ന എവിടെ ഇരിക്കും എന്നുള്ള എവിടെങ്കിലും റെക്കോർഡ് വല്ലതും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഒന്നുമില്ലല്ലോ. പോയി. പക്ഷെ ഒരു നല്ല കാര്യം ചെയ്തിട്ട് പോയില്ലേ? ഒന്നും ഇല്ലാതെ പോകുന്ന എത്രയോ ആളുകൾ വെറുതെ. അപ്പോൾ അതിലും നല്ലത് നല്ലൊരു കാര്യം, കുറേ വിദ്യാർത്ഥികൾ രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത ഒരു കാര്യം, ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്നിൻ്റെ ഉപയോഗം മുതലായ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തോന്നിയത് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ നല്ലൊരു നടപടിയാണ്. ഇവിടെ ഒരു 3 സ്റ്റുഡൻസിനെ അറസ്റ്റ് ചെയ്തു അന്ന് തന്നെ പോലീസ് രാത്രി. ആകാശ്, ആദിത്യൻ, അഭിരാജ് എന്ന് പറയുന്ന 3 പേര്. ഈ ആകാശിൻ്റെ മുറി താഴത്തെ നിലയിലാണ്. അവിടെ നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ സെല്ലോഫൈൻ ടേപ്പൊക്കെ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ഒരു ഭാഗം കീറി അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ടുണ്ട് ഉള്ള ഒരു കഞ്ചാവ് പൊതി. അത് 2 കിലോയുടെ പൊതിയാണ്. പക്ഷെ അത് എടുത്തപ്പോൾ 1 കിലോ ഏതാണ്ട് 900 ഗ്രാം അതേ ഉള്ളൂ. കാരണം ബാക്കി അതിൽ നിന്ന് എടുത്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ അത് ആകാശ മുറിയിലുണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തു. അത് യഥാർത്ഥത്തിൽ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് സ്മോൾ ക്വാണ്ടിറ്റിയുടെ പരിധി വരുന്നില്ല. ഇത് ലാർജ് ക്വാണ്ടിറ്റിയാണ്, കൊമേഴ്സ്യൽ ക്വാണ്ടിറ്റിക്ക് അടുത്ത് വരിക. അപ്പോൾ അത് കാരണം അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ട് അയാൾ ഇപ്പോൾ റിമാൻഡിലാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ, ഇവൻ്റെ ലൈഫ് പോയില്ലേ. ആ മുറി, അത് ഈ ആകാശം എന്ന് പറയുന്നവൻ്റെ ഈ മുറി വേറെ അതിൻ്റെ നമുക്ക് പറയുന്ന കൂടെ ഉള്ള ഒരാൾ, അതായത് ആ റൂംമേറ്റ് എന്ന് പറയുന്നത് വേറെ ഒരു പയ്യനുണ്ട്. അവനെ ഒളിവിലാണെന്നൊക്കെ ആദ്യം പറഞ്ഞെങ്കിലും അവൻ ഇനി വെളിച്ചത്ത് വന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒളിവിലൊന്നുമില്ല, ഞാനതൊന്നുമില്ല, ഞാൻ ആ സമയത്ത് അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്ന് പിടിച്ചാലൊരു കുഴപ്പമുണ്ട് കേട്ടോ. ഒന്ന്, അതായത് ഇപ്പം ബോഡി സെർച്ച് നമ്മുടെ ശരീരത്തിൽ നിന്നാണ് കണ്ടെടുക്കുന്നതെങ്കിൽ ബോഡി സെർച്ചിന് സെക്ഷൻ 50 അനുസരിച്ചുള്ള NDPS ആക്ടിനനുസരിച്ചുള്ള കുറേ നടപടിക്രമങ്ങളുണ്ട്. അത് വേണം. ഒരു ഗസറ്റഡ് ഓഫീസർ സാന്നിധ്യം ഇതൊക്കെ വിളിച്ചു വരുത്തി തടഞ്ഞു വെക്കുക. ആദ്യമേ അതിഞ്ഞ് മാന്തി എടുക്കുകയൊന്നും ചെയ്യരുത്, അതെടുക്കണം. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വേണം എടുക്കാൻ. ഒരു ഗസറ്റഡ് ഓഫീസർ എന്ന് പറഞ്ഞാൽ കാണുന്ന ഗസറ്റഡ് ഓഫീസറൊന്നും അല്ല, വെറ്ററിനറി സർജനൊന്നും അല്ല, ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഡിപ്പാർട്ട്മെൻറ്റുകളിൽപ്പെട്ട ഒരു ഗസറ്റഡ് ഓഫീസർ വേണം. അപ്പോൾ അത് റവന്യൂ അതൊക്കെ അധികം ഉള്ളതാണ്, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അപ്പോൾ അത് ദേഹത്തു നിന്ന് പിടിച്ചാൽ, ഇനി അയാളുടെ പാർപ്പിടത്തിൽ നിന്ന് അയാളുടെ മുറിയിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ അയാളുടെ പ്രസൻസ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. ഇപ്പം മറ്റേ കൂടെ ഉള്ളവൻ രക്ഷപ്പെടുന്നത് എന്താ കാര്യം എന്നറിയോ? അവൻ അവിടെ ഇല്ല. അവൻ പറയുന്നത് അവനറിഞ്ഞൂടെ, അവൻ ഇല്ലാത്തപ്പോൾ കൊണ്ടുവച്ചേക്കുന്ന ഇത് സാധനം ഞാനിത് കണ്ടാൽ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് അവനങ്ങ് പറയും. അവനിപ്പം വളരെ നല്ല പിള്ളയാവും. യഥാർത്ഥത്തിൽ അവനും കൂടെ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും. പക്ഷെ അവനെ ചേർത്ത് കഴിഞ്ഞാൽ ഈ കേസ് വീക്കാവോ എന്നുള്ളതല്ലാതെ അതിന് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ അവനെ ഒഴിവാക്കി, അങ്ങനെയാണ് അവൻ കേസ് വീക്കാനായതുകൊണ്ട് അവനെ ഒഴിവാക്കി എന്ന് പറയുന്നതൊക്കെ ഈ മയക്കുമരുന്നിന് കേസ് വല്ലതും ഉണ്ടോ? ഇതൊക്കെ അവന്മാരെല്ലാം ഉപയോഗിക്കുന്നല്ലേ. ഇത് അവിടുത്തെ സ്റ്റുഡൻസ് മുഴുവൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവൻ്റെയൊക്കെ മുടിയെടുത്തൊന്ന് പരിശോധിക്കട്ടെ, ഇവനെ ഈ സാധനം ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലെന്ന്. ഇത് ഈ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്നവന്മാർ, ഈ SFIക്കാരും ഈ KSUക്കാരും എല്ലാം പോയി നിന്ന് അവരെ മുടിയൊക്കെ എടുത്ത് ഒന്ന് ടെസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ. ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ യവനൊക്കെ ഈ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ അതീ കാണും, ഉറപ്പാണ്. അപ്പോൾ അതിനവരെന്ത് തയ്യാറാവും? ഇല്ല. അതാണ് കാര്യം. ഇനി അതുകൊണ്ട് ഈ KSU SFIയും ABVP ഒക്കെ അങ്ങ് വിട്ടേക്ക്. ഇത് കോളേജ് സ്റ്റുഡൻസ് ആണ്, പോളിടെക്നിക്കിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അവരിത് സാധാരണ ഉപയോഗിക്കാറുണ്ട്. അത് തന്നെ കാര്യം എന്ന് വിചാരിച്ചു, അത് മതി. പിന്നെ പിടിക്കപ്പെട്ടവനകത്തായി. പിന്നെ 2 പേര്, ഈ അഭിരാജ് എന്ന് പറയുന്ന ആള്, അത് രസം എന്ന് പറഞ്ഞാൽ ഈ ഇവിടുന്ന് ഞാൻ താഴെ മുകളിലത്തെ മുറിയാണ്. ആ മുറിയിൽ നിന്ന് പിടിച്ചേക്കുന്ന സാധനങ്ങൾ വളരെ രസകരമായ കാര്യങ്ങളാണ്. അതായത് ഇത് പൊടിക്കാൻ, ക്രഷ് ചെയ്യാൻ ഉള്ള ഒരു മെഷീൻ, ഒരു സംവിധാനം ചെറുത്. അതുപോലെ തന്നെ ഇത് തൂക്കി കൊടുക്കാൻ, കാരണം ഇത് തൂക്കം വളരെ കറക്റ്റായിരിക്കണം, ഇല്ലേ പ്രശ്നമാണല്ലോ. കഞ്ചാവ് തൂക്കി കൊടുക്കുക എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ അത് തൂക്കി കൊടുക്കാനുള്ള ത്രാസ്, ബാലൻസ് അതുണ്ട്. പിന്നെ ഇതൊന്നുമല്ല, ഇതിട്ട് വലിക്കാൻ പറ്റിയ കുപ്പി, അതായത് കുപ്പി മോഡിഫൈ ചെയ്തെടുത്തേക്കാണ് ഇതിട്ട്, അതായത് പുതിയ രീതിയിൽ ഇത് വലിക്കത്തക്കവണ്ണം ഉള്ള ഇടപാട്. അത് നല്ല, അതായത് മറ്റേ ഹോൾസെയിലായിട്ട് വലിച്ചു കയറ്റാം. അല്ലാതെ ഈ ബീഡിക്കകത്തും സിഗരറ്റിനകത്തും ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാണ്ടിറ്റി ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഇതിനകത്താകുമ്പോൾ നല്ല ശരിക്കുള്ള ക്വാണ്ടിറ്റി കിട്ടും. ആ രീതിയിലുള്ള മെക്കാനിസം ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് അവനൊന്നും അറിഞ്ഞില്ലെന്ന് പറയുകയാണ് കേട്ടോ. അവൻ പറയാവുന്ന ഇത് ആരുണ്ട്, ഇത് KSUക്കാർ ഞങ്ങളെ പെടുത്തിയതാണെന്ന്. KSUക്കാർ പെടുത്തിയൊന്നും അല്ല, നിന്റെ മുറിയിൽ നിന്നല്ലേ ഇത് പിടിച്ചേക്കുന്നത്. നീ അവിടെ ഉണ്ടായിരുന്നല്ലോ. അപ്പം നിനക്ക് ഈ KSUക്കാർ നിന്നെ പെടുത്താനായിട്ട് നീ എന്തിനാ പെടാൻ പോയി? ആര് പറഞ്ഞു പെടണമെന്ന്?
അതൊന്നുമല്ല, ഇത് മുഴുവൻ കള്ളത്തര ഈ പറയുന്ന മുഴുവൻ. ഇതിന് ഞാൻ പറഞ്ഞത് ഇത് KSU SFI തമ്മിൽ വ്യത്യാസമൊന്നുമില്ല ഈ കാര്യത്തിൽ. SFIക്കാരെല്ലാം കൂടെ ഈ മയക്കുമരുന്നിൻ്റെ ഹോൾസെയിൽ എടുത്തേക്കാന്ന് പറഞ്ഞാൽ അവർക്ക് തിരിച്ചും KSUവിനെയും പറയാം ഇതുപോലെ. KSUക്കാരില്ലേ? അതൊക്കെ ഉണ്ട്. അതെല്ലാം ഇല്ലാതൊന്നും ഇല്ല ഇതിനകത്ത് രാഷ്ട്രീയമൊന്നും അല്ല, തോന്നിയവസായിട്ട് പോകുന്നതാണ്. പിന്നെ ഇത് പറഞ്ഞെങ്കിൽ പോലും ഇത്രയും സാധനങ്ങൾ മാത്രമല്ല ഇവിടുന്ന് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് പറയാൻ അടയ്ക്കുന്ന കാര്യങ്ങളുണ്ട്. അതായത് ഗർഭനിരോധന പുറകൾ അത് കിട്ടിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് പഠിക്കാൻ വരുന്നവനാ കേട്ടോ. 20-21 വയസ്സുള്ളവനാ ഇതും കൊണ്ട് നടക്കുന്നത്. ആ ഹോസ്റ്റലിൽ ഇപ്പം പിള്ളേരൊന്നും താമസമില്ല. അപ്പോൾ അവൻ എവിടെ പോയാൽ ഇതൊക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചൊന്ന് ചിന്തിക്കണ്ടേ? ഇങ്ങനെയുള്ള ഇതുപോലും ഉണ്ട് കോണ്ടംസ് ഒക്കെ. ഇത് പിള്ളേരൊക്കെ എങ്ങനെ പോകുന്നു, ഈ പിഴച്ചു പോകുന്നു ഇതുപോലെ. അവർ വീട്ടിലൊക്കെ അറിയാതെ ഇതെങ്ങനെയായത് ഇതുപോലൊക്കെ ഇങ്ങനെയൊക്കെ ആ രീതിയിൽ പോകുന്നത്. അപ്പോൾ ഇത് നോക്കാനും കാണാനും ആടില്ലാത്തതുകൊണ്ടല്ലേ ഇത് സംഭവിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. അതിന് ഈ പ്രിൻസിപ്പൽ, ഈ നല്ല കാര്യം ചെയ്ത ഈ പ്രിൻസിപ്പലിനെ അദ്ദേഹം അത് അന്നേരം ഒന്നും വെളി പറഞ്ഞില്ല. അയാളുടെ മുറി വളഞ്ഞ് ഏതാണ്ട് KSU യൂത്ത് കോൺഗ്രസ്സുകാരും ABVP-കാരും അതുപോലെ തന്നെ KSUക്കാരും എല്ലാം കൂടെ മുറി വളഞ്ഞിട്ട് ഇവന്മാരെ എല്ലാം ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞാൽ കോളേജിൽ നിന്ന് പുറത്താക്കണം. കോളേജിൽ നിന്ന് പുറത്താക്കണം വേണ്ടതെന്ന് അദ്ദേഹം തീരുമാനിക്കും. ഇത് ചെയ്യാൻ കഴിവുള്ള ഒരാൾക്ക് നല്ല കാര്യം ചെയ്തതല്ലേ, ആ ചെയ്തത് എവനൊക്കെ നന്നാവാൻ തന്നെയാണ്, അല്ലാതെ എവനെ ഒന്നും മുടിക്കാനൊന്നും അല്ല ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അദ്ദേഹത്തിന് അറിയാം എന്ത് ചെയ്യണമെന്ന്. നാണമില്ലേ നിനക്കൊക്കെ ഇതുപോലെ അദ്ദേഹത്തിനെ പുറത്താക്കണം, അതുപോലെ അദ്ദേഹത്തിനെ അവിടെ പിന്നെ തടഞ്ഞു വെക്കണം എന്നൊക്കെ ഉള്ളൊരു തോന്നലുണ്ടാവാൻ പോലും ഈ പണി ചെയ്തില്ലേ? നിങ്ങൾ എന്തോ ഉദ്ദേശിച്ചാണ് ചെയ്യുന്ന കാര്യം അറിഞ്ഞിട്ടാണോ? ഈ കാണുന്നതിനെല്ലാം അങ്ങ് പ്രതിഷേധിച്ച് റെഡിയാക്കി ഇപ്പം നാളെ ഭരണം പിടിച്ചെടുക്കാനുള്ള ഉദ്ദേശമാണോ? അതൊന്നും അല്ല വേണ്ടത്. ശരിയായ കാര്യത്തിന് സമരം ചെയ്യണം, വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഈ കാര്യത്തിന് സമരം ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കാണിക്കുന്ന വിവരക്കേടാണ്. കാരണം ഇതേപോലെ ഒരു നല്ല കാര്യം ചെയ്ത പ്രിൻസിപ്പലാണ്, അയാളെ തന്നെ അഭിനന്ദിക്കുന്നതിന് പകരം അയാളെ ശല്യം ചെയ്യുകയാണ് നടന്നത്. അതായിരിക്കരുത് നിങ്ങളുടെ കാഴ്ചപ്പാട്. അങ്ങനെ ആകരുത്. ഇതുപോലുള്ള പ്രിൻസിപ്പൽസ് ആണ് നമുക്ക് വേണ്ടത്. കോളേജുകളിൽ ഇങ്ങനെയാണ് ഭരിക്കേണ്ടത്. ഏതായാലും ഒരു നല്ല സംഭവം ആ രീതിയിൽ കാണാനിടയായി. പിന്നെ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം ഇവൻ്റെ മുറിയിൽ നിന്ന് ഈ പറയുന്ന ഈ അഭിരാജിൻ്റെ റൂമിൽ നിന്നൊക്കെ എടുത്തേക്കുന്നത് സ്മോൾ ക്വാണ്ടിറ്റിയാണ്. അതായത് ഒരു ഗ്രാം ചില്ലറ, അതായത് 2 ഗ്രാമിൻ്റെ താഴെ അങ്ങനെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിൻ്റെ വിൽപ്പനയും കൂടെ നോക്കാം. അതാ രസം കേട്ടോ. നമ്മുടെ ഈ സ്കൂളിൽ നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പ്രീ പബ്ലിക്കേഷൻ എന്നൊരു പരിപാടിയുണ്ട്. DC ബുക്സ്, മാതൃഭൂമി ബുക്സ്, അവരൊക്കെ. അതായത് ഒരു പുസ്തകം അതിന് 1000 രൂപ വില. പക്ഷേ ഈ പ്രീ പബ്ലിക്കേഷനിലാണെങ്കിൽ അതിന് 700 രൂപ വില. എന്ന് പറഞ്ഞ പോലെ ഇതിന് ഡിസ്കൗണ്ട് സെയിൽസും പ്രീ പബ്ലിക്കേഷൻ നിരക്കും ഉണ്ട് കേട്ടോ. അതായത് നേരത്തെ കൊടുത്തു പണം പിരിക്കാൻ. അതായത് മൊത്തം ഓർഡർ ചെയ്ത് കറക്റ്റ് സാധനം വേണ്ടേ, അതിനല്ലേ ഈ തൂക്കി കവറൊക്കെ വെച്ചേക്കുന്ന എല്ലാം തൂക്കി അടയാളപ്പെടുത്തി വെക്കാൻ. അതിന് ഒരു ക്വാണ്ടിറ്റി കൊടുക്കുന്നതിന് ഒരു കവറിന് 500 രൂപ ഇപ്പോൾ. പക്ഷേ ഈ പ്രീ പബ്ലിക്കേഷൻ, അതായത് ഇത് പബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ്, കൊണ്ടുവന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് മുമ്പ് പൈസ കൊടുക്കുന്നവന് 300 രൂപ കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ഡിസ്കൗണ്ടും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ മനസാക്ഷിയുള്ളവരാണ്, നമ്മൾ വിചാരിക്കുന്ന പോലല്ല. ഇവനൊക്കെ നന്നാവും, വളരെ നന്നാവും. ഇത് പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലും ഇവനൊന്നും നന്നാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഈ കച്ചവടം പോലും ഈ രീതിയിൽ നടത്തുന്നവന്മാർ എങ്ങനെ നന്നാവാൻ? ഇതിനകത്ത് ആശ്വാസകരമായ ഒരു സംഭവം എന്ന് പറയുന്നത്, ഒരു പൂർവ്വ വിദ്യാർത്ഥി ആഷിഖ് എന്ന് പറയുന്ന ഒരുത്തൻ പിടിയിലായിട്ടുണ്ട്. അവനാണ് ഇത് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത്. അവനും കൊണ്ട് നിർത്തരുത്. അവനും അവൻ്റെ ഒരു കൂട്ടാളി വന്നിട്ടുണ്ട്, പിടിച്ചിട്ടുണ്ട്, കസ്റ്റഡിയിലാണ്. പക്ഷേ അവിടെ കൊണ്ട് അന്വേഷണം നിർത്തരുത്. അതിൻ്റെ മുകളിലേക്ക് പോകണം. ഇത് എവിടുന്ന് കൊണ്ടുവന്നു എന്നുള്ളത് അവന്മാരെ കൊണ്ട് പറയിപ്പിക്കണം. അതാ വേണ്ടത്. അത് പോലീസുകാരെന്തായാലും വളരെ നല്ലൊരു പ്രവർത്തനമാണ് നടത്തിയത്. നിങ്ങൾ വളരെ ഊർജിതമായിട്ട് തന്നെ ഈ കാര്യം ചെയ്തു. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ക്യാമ്പസിൽ കയറി, ഒരു ഹോസ്റ്റലിനകത്തൊക്കെ കയറി, ഇതുപോലെ ഒരു മെൻസ് ഹോസ്റ്റലിൽ കയറി പരിശോധിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ നിങ്ങൾ ആ റിസ്ക് എടുത്ത് ചെയ്തു. നാടിന് വേണ്ടിയാണ്, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്, ഇന്നുള്ള ഈ കുഞ്ഞുങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടിയാണ്. ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടായി. എല്ലാ വിധത്തിലും നിങ്ങളും ആ പ്രിൻസിപ്പലും അഭിനന്ദനം അർഹിക്കുന്നു.